നമസ്കാരം. ഇത് നമ്മുടെ ഇൻഹൗസ് പ്രൊഡക്ഷനിൽ വന്നിട്ടുള്ള സാരീസിൻ്റെ കളക്ഷൻസ് ആണ്. ഡിസൈനർ സാരീസ് തന്നെ. ഇത് നെറ്റ് ആഡ് ചെയ്ത് വന്നിട്ടുള്ള നമ്മളുടെ എവർ ഹിറ്റായിട്ട് നമ്മളുടെ മാത്രം മാസ്റ്റർ പീസ് കളക്ഷനാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ഇത് ഞാൻ ഉടുത്ത് ഒരു പിസ്ത ഗ്രീനൊക്കെ ഉടുത്ത് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു. വീണ്ടും വീണ്ടും നമ്മളുടെ സ്റ്റോറിലേക്ക് വേണ്ടിയിട്ട് ചെയ്ത് വെച്ച കളക്ഷനാണ്. ഇതാ ഇങ്ങനെ വരുന്നു. ഈ ഒരു കളറ് നല്ല റെഡ് റാണി ഇതാണ് ഡിസൈൻ വരുന്നത്. പല്ലുവിൻ്റെ രണ്ട് കോർണറിലേക്കും വരുന്നു. ഈ ഒരു ഗ്രീൻ, ഒരു ബേബി ഗ്രീൻ ആണ് ഇതിലോട്ട് ആഡ് ചെയ്തിരിക്കുന്നത് നെറ്റ്. നെക്സ്റ്റ് ആ ഒരു ഡിസൈൻ തന്നെ നല്ല ഓഫ് വൈറ്റിലേക്ക്. ഇത് നമുക്കൊരു ബാപ്റ്റിസം സാരി ആയിട്ടുള്ള ഒരു കളക്ഷനായിട്ട് യൂസ് ചെയ്യാം. വൈറ്റ് ആൻഡ് പീച്ച് ഇതെങ്ങനെ വരുന്നു. പല്ലുവിൻ്റെ രണ്ട് കോർണറിലേക്കും ഈ ഹൈലൈറ്റ് ചെയ്തുള്ള ഹാൻഡ് വർക്ക് വരുന്നു. ബ്ലൗസ് പീസ് അതിൻ്റെ സ്ലീവിൻ്റെ രണ്ട് എൻഡിലേക്കും. ഇനി കൂടുതലായിട്ട് പുറത്ത് നമുക്ക് ആഡ് ചെയ്ത് വർക്കുകൾ കയറ്റണമെങ്കിൽ എക്സ്ട്രാ വർക്ക് ചെയ്യാം. ഞാനന്ന് പുറത്തും കൂടെ ചെറിയൊരു ഡിസൈൻ ചെയ്തായിരുന്നു, റെഡിമെയ്ഡായിട്ട്. അല്ല, അന്ന് ഡിസൈൻ ചെയ്തേ. ഇതിങ്ങനെ ബാപ്റ്റിസം സാരി കളക്ഷൻസാണ്. ഇത് വരുന്നത് നോക്കൂ, നല്ല ഗ്രീൻ, ഒരു ഫ്ലോറസൻ ഗ്രീനാണ് കയറ്റിയിരിക്കുന്നത്. നല്ലൊരു ജിമ്മി, ഈ ഒരു കളർ ടോൺ കണ്ടോ, ഒരു എന്താ പറയുക, ഒരു ഷിമ്മർ എഫക്റ്റാണ് ഇതിന്. സിൽവർ കട്ട് ബീഡാണ്. ഇതാ മുന്താണി ഇങ്ങനെ പോകുന്നു. യോക്ക് പോർഷനിലേക്ക് ഫുൾ സ്കാലോപ്പ്. പല്ലു ഇതാ ഇങ്ങനെ പോകുന്നു. നെക്സ്റ്റ് നമ്മളുടെ ഇൻഹൗസ് പ്രൊഡക്ഷൻ കുറച്ചും കൂടെ ഒരു ക്രിയേറ്റീവായിട്ട്. ഇതൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ്. ബേസിക്കലി ഇതൊരു ക്രഷ്ഡ് ആയിട്ടുള്ള ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ്. സിൽവർ സീക്വൻസ് റെയിൻബോ കട്ട് ബീഡും കൂടെ ചേർത്തിട്ടാണ് പല്ലുവിൻ്റെ രണ്ട് കോർണർ സെറ്റ് ചെയ്തിരിക്കുന്നത്. 4 സൈഡിലേക്കും സ്കാലോപ്പ് വിത്ത് ഹാൻഡ് വർക്ക്, റെയിൻബോ കട്ട് ബീഡ് ഇട്ടിട്ട് ഹാൻഡ് വർക്ക്. യോക്ക് പോർഷനിലേക്ക് ഇതാ ഇങ്ങനെ ഒരു വർക്കാണ് വരുന്നത്. നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഒരു വർക്ക്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ എടുത്താലും ഒക്കെ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന വളരെ ക്ലാസി ആയിട്ടുള്ള ഒരു ഷൈനിങ് ആണ്. ആ ഒരു സിൽവർ സീക്വൻസിൻ്റെ ഹൈലൈറ്റ് ഇതാ ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് ഓർഗൻസ ഫാബ്രിക്കിലേക്ക് മൾട്ടി കളറായിട്ടുള്ള ത്രെഡ് വർക്ക്, ഹാൻഡ് വർക്ക്, ത്രെഡും റെയിൻബോ കട്ട് ബീഡും, ഒരു അൺഈവൻ സ്കാലോപ്പ്, നല്ലൊരു ലാവൻഡർ ഷെയ്ഡിലേക്ക്. നെക്സ്റ്റ് നമുക്ക് പ്യുവർ സിനനിൽ വന്നിട്ട് ഹാൻഡ് വർക്ക്, സിൽവർ സ്റ്റോൺ സ്റ്റിക്ക് ചെയ്തിരിക്കണു. 4 സൈഡ് സ്കാലോപ്പ്, ഡബിൾ ഹാൻഡ് വർക്കാണ് ലെയർ ഇട്ട് ചെയ്തിരിക്കണേ. യോക്ക് പോർഷൻ്റെ വർക്കൊക്കെ അടിപൊളിയാണ്. ഇതാ ഇതിങ്ങനെ ഒരു നൈറ്റ് ഫങ്ഷനൊക്കെ ആണെങ്കിലും ഇതൊരു ഷൈനിങ് ആയിട്ട് നിൽക്കുമെന്നോ, നല്ല ഭംഗിയുണ്ട്. നല്ല ബോട്ടിൽ ഗ്രീൻ കളറ്, പ്യുവർ സിനൻ സിൽക്ക്. ഇത് പ്യുവർ ജോർജറ്റ്, പ്യുവർ വിസ്കോസ് ജോർജറ്റ് ഡൈ ചെയ്തെടുത്ത കളറാണ്. ഇതാ ഇങ്ങനെ വരുന്നു. 4 സൈഡ് സ്കാലോപ്പ് വിത്ത് ഹാൻഡ് വർക്ക്, റെയിൻബോ കട്ട് ബീഡ്, ത്രെഡ് വർക്ക്. ഇതാ ഇങ്ങനെ വരുന്നു. ബ്ലൗസ് പീസിനെയും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. 9.5 മീറ്ററിലോട്ട് ഈ ഒരു റണ്ണിങ് ഹാൻഡ് വർക്കാണ് വരണേ. ഇത് വീണ്ടും ഓർഗൻസയിൽ വന്നിട്ട് ഒരു പിസ്ത ഗ്രീൻ, യോക്ക് പോർഷൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക്. പിന്നെ ഇങ്ങനെ സ്ലീവിൻ്റെ ഒരു ബ്രൂച്ച് പോലെ പിടിക്കാനായിട്ടുള്ള ഈ ഒരു ഹാൻഡ് പൊസിഷനിലേക്ക് വന്നിട്ടൊരു ഹാൻഡ് വർക്ക്. ഫുൾ സ്കാലോപ്പ്, പല്ലുവിൻ്റെ രണ്ട് കോർണറിലേക്കും വർക്ക്.
ഇതൊരു നല്ല ഭംഗിയുള്ള മാമ്പഴ മഞ്ഞ കളറ്, ഫുൾ സൈഡ് സ്കാലോപ്പ്, ഫുൾ ത്രെഡ് വർക്ക്. നല്ല കളറാണിത്. ബ്ലൗസ് പീസ് വിത്ത് ബ്ലൗസ് പീസാണ് റണ്ണിങ്. ഈ ഒരു സെയിം ടോൺ തന്നെ ഒരു ബ്രിക്ക് റെഡ് കളറ്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 5950 ആണ്. ഓരോന്നിനും ഓരോ പ്രൈസാണ്. ഡീറ്റെയിൽ നിങ്ങൾ വെബ്സൈറ്റിൽ നോക്കിയാൽ മതി. ഓർഗൻസയിൽ ഓൾമോസ്റ്റ് ആ ഒരു വർക്കായിട്ട് വന്നിട്ട് ബ്ലൗസ് പീസ് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. കോൺട്രാസ്റ്റായിട്ട് ഇത് സാരി മാത്രമായിട്ട് വന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ കാണിച്ചതെല്ലാം തന്നെ നമ്മളുടെ ഇൻഹൗസ് പ്രൊഡക്ഷൻ ഹൗസിൽ വേണ്ടിയിട്ട് ഡിസൈനേഴ്സിൻ്റെ ഓരോ ക്രിയേറ്റീവായിട്ടുള്ള ഓരോ ഡിസൈൻസാണ് ചെയ്തിരിക്കണേ. ഒരു ഡിസൈനർ സാരി വേണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോ ഒക്കേഷൻസിലേക്കും ഓർഗൻസയിൽ വന്നിട്ട്, പ്യുവർ ജോർജറ്റിൽ വന്നിട്ട്, പ്യുവർ സിനനിൽ വന്നിട്ടൊക്കെയുള്ള വളരെ ക്രിയേറ്റീവായിട്ടുള്ള യുണീക്കായിട്ടുള്ള ഡിസൈൻസാണ് വീഡിയോ കാണിച്ചത്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെബ് ത്രൂ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.